ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിലെ സ്റ്റേൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട് കക്കാടംപൊയിൽ തന്നെയുള്ള പിനാക്കിൽ തന്നെയായിരുന്നു. നല്ലൊരു ചിൽ ക്ലൈമറ്റ് പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ വലിയൊരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആംബിയൻസും വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ സെലക്ട് ചെയ്ത സിംഗിൾ ഗ്ലാസ് ഹൗസ് ആയിരുന്നു. അതിൻ്റെ നേരെ താഴെ തന്നെയായിരുന്നു പൂൾ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സിൽ ഒന്നാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂള്. പൂളിൽ നിന്ന് നല്ലൊരു കിടുക്കാച്ച വ്യൂ നമുക്ക് മുന്നിലേക്ക് കിട്ടുന്നുണ്ട്. കക്കാടംപൊയിൽ വേറെ റിസോർട്ടുകളിലൊന്നും ഇല്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ട്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഞങ്ങൾ ഈ റിസോർട്ട് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. നമ്മുടെ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡ് ആണ് ഇതെല്ലാം. ഇൻഡോർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കും. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് പൂൾ യൂസ് ചെയ്യാനും ക്യാമ്പ് ഫയറിനൊക്കെ സെപ്പറേറ്റ് ടൈമുണ്ട്. അപ്പം നമ്മുടെ ഫാമിലീൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഗ്രില്ല് ചെയ്യാനൊക്കെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സമയത്തനുസരിച്ച് അവർ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തു തരും. പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ അതിനുള്ള കോൺടാക്റ്റ് അവർ നമുക്ക് തരും. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി ഫുഡായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരൊറ്റ നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞു. ഒരുപാട് നല്ല ഓർമ്മകളായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ്. നിങ്ങളിപ്പോഴും ട്രിപ്പ് പോകാൻ വേണ്ടി ആലോചിച്ചിരിക്കുകയാണോ? ഒട്ടും ആലോചിക്കേണ്ട, വേഗം തന്നെ വിട്ടോ.